പക്ഷേ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമികളുടെ സമാധി അതൊരു ചെറിയ സമാധിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വലിയ സമാധിയായിട്ടുണ്ട്. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ ഘോഷയാത്രയൊക്കെ നടത്തി സന്യാസിമാരൊക്കെ വന്നിട്ടാണ് ആ സമാധി നടത്തിയത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു ഈ പരാതി കൊടുത്ത ആൾക്കെതിരെയൊക്കെ മാനനഷ്ടത്തിന് പോവും, മുട്ടം പണി വരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? അതൊരു വലിയ ക്ഷേത്രമായി ഉയരുമോ? അല്ലെ, ക്ഷേത്രമായിട്ട് ഉയരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ വേണമെങ്കിൽ അങ്ങനെ ആകാം. കാരണം മനുഷ്യൻ്റെ വിശ്വാസം ഏത് രീതിയിലാണ് വികസിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് വലിയ ക്ഷേത്രമായി മാറാം, ചിലപ്പോൾ കുറേ കഴിയുന്ന സമയത്ത് ഈ വിവാദങ്ങളൊക്കെ കെട്ടടയും കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് വലിയ പ്രസക്തിയില്ലാതെ അതൊരു വെറും ക്ഷേത്രമായി നിൽക്കാവുന്നതേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമാധി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതെ, മുൻപ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുവും സമാധിയായതാണ്. അതെ, അദ്ദേഹത്തിൻ്റെ സമാധി ദിനം കേരളം മുഴുവൻ കൊണ്ടാടുകയും ചെയ്യുന്ന. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവൻ മുക്തൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അദ്വൈതത്തിൽ. അതെ, ജീവൻ മുക്തനായിരിക്കുക എന്നുവെച്ചാൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പരബ്രഹ്മജ്ഞാനിയായി മാറുന്ന ഒരവസ്ഥയിലാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് പുനർജന്മ സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. കാരണം പുനർജന്മ സങ്കല്പം അനുസരിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള മനുഷ്യരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ മറ്റ് പല രൂപങ്ങളിലും അവരെന്ത് ചെയ്യും? വരും, പ്രത്യക്ഷപ്പെടും എന്നതാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ മറ്റ് രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിങ്ങളുടെ ഈ ജന്മത്തിലെ സുഹൃതം ചെയ്ത ജീവിതമായിരിക്കും. കർമ്മങ്ങളാണല്ലേ? നിങ്ങളുടെ കർമ്മങ്ങളാണ്. എന്ന് വെച്ചാൽ സുഹൃതമാണെങ്കിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് മനുഷ്യനായിട്ട് തന്നെ ജനിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പല പുഴുക്കളായിട്ടോ പ്രാണികളായിട്ടോ പുല്ലായിട്ടോ അങ്ങനെ പലതുമായിട്ടും ജനിക്കാം. അപ്പോൾ ഈ ഒരു പുനർജന്മ സങ്കല്പം എന്ന് പറയുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. കാരണം ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഓരോ മനുഷ്യനും വളരെ കൃത്യമായിട്ട് അവൻ്റെ ധർമ്മം, സ്വധർമ്മം എന്ന് പറയുന്നത് സനാതനധർമ്മമല്ല, സ്വധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ പ്രാപ്തനാക്കുന്നതും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസം ഇതിനകത്തുണ്ട്. കാരണം നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവനോട് പറയുന്നതെന്ന് വെച്ചാൽ നിൻ്റെ കർമ്മ പദ്ധതികളെല്ലാനും നിന്നോട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നീ പൂർത്തീകരിച്ചാൽ നിനക്ക് അടുത്ത ജന്മത്തിൽ നല്ലൊരാളായിട്ടെന്ന് പറഞ്ഞാൽ ഈ വ്യവസ്ഥയിൽ ചിലപ്പോൾ ഏറ്റവും മോശമായിട്ട് കിടക്കുന്ന ഒരുത്തനായിരിക്കും, ശൂദ്രനാകാം. ശൂദ്രനോട് പറയാം നിനക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാം എന്നൊക്കെ പറയുന്ന അത് ഓഫർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അക്കാലത്ത് വ്യവസ്ഥിതിയുടെ ഒരു ഓഫറായിരുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഈ പെൻഷൻ ഓഫർ പോലെയാണ്. 2500 രൂപ കൊടുക്കാം എന്നൊക്കെ പറയുന്നത് ഒരു ഓഫറാണ് ശരിക്കും പറഞ്ഞത്. അതുമാതിരത്തെ വേറൊരു തലത്തിലുള്ള ഒരു ഓഫറായിരുന്നു നല്ല രീതിയിൽ ജീവിക്കാൻ. അതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാക്കുക. വിശ്വാസത്തിൽ അമർന്നാണ് അക്കാലത്തെ ആളുകളെല്ലാം ജീവിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ് പുനർജന്മം എന്ന് പറയും. അതായത് ഒരു ജന്മം പൂർത്തീകരിച്ച് വീണ്ടും അടുത്തതിലേക്ക് ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന് ഒരിക്കൽ പോലും ഈ പുനർജന്മത്തിൽ നിന്ന് മുക്തനാകാനായിട്ട് കഴിയില്ലെന്ന്. അങ്ങനെയാണ് അവൻ ബ്രഹ്മജ്ഞനായിട്ട് മാറുകയാണെങ്കിൽ ജീവിച്ചിരിക്കെ തന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ജീവൻ മുക്തനായിട്ട് മാറും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരബ്രഹ്മജ്ഞാനിയായിട്ട് ജീവൻ മുക്തനായി മാറും. ഈ ജീവൻ മുക്തനെയാണ് സമാധി ഉണ്ടാവുക. പിന്നെ ജന്മമില്ലാന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ജന്മമില്ല എന്ന്. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് പഴയ കാലത്തെ ഋഷിവര്യന്മാർ, സന്യാസിമാർ ഒക്കെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവികമായ ചൈതന്യമുള്ളവരായിട്ട് കണക്കാക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള ഫോളോവേഴ്സ് ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ എന്തു സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഗോപൻ സ്വാമിയെ എങ്ങനെയാണ് ഈ വിശ്വാസികളുടെ കൂട്ടം ആരുവാ അവർ സ്വീകരിക്കുന്നു. അവരങ്ങനെ സ്വീകരിക്കുകയാണ്. ജീവൻ മുക്തനായിട്ട് സ്വീകരിച്ച സന്യാസിമാർ വരുന്നതും അതേപോലെ കുംഭമേളയിൽ പങ്കെടുത്ത സന്യാസിമാർ വരിക, വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ വരിക എന്ന് പറയുന്നത് അത് പ്രചരണത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കിയായിരുന്നു. കാരണം BJPയുടെ തന്നെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട് ഈ സമാധി എന്ന് പറയുന്നത്
യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസത്തിനനുസരിച്ചുള്ള സമാധിയല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. MT രമേശ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതെ, MT രമേശ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം അതാണ്. അപ്പോൾ അത് പലരും പറയുന്നുണ്ടാകും. കാരണം ഇതൊക്കെ വൈകൃതമായിട്ട് മാറിക്കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള വിശ്വാസത്തിന് തന്നെ പരിക്കേൽപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ അതിനകത്തൊരു പ്രിക്കോഷൻ എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്തിലെ പല ആളുകളും ഈ സമാധിയെ മഹാസമാധിയാക്കി മാറ്റി. അതുകൊണ്ടാണ് സമാധി മഹാസമാധിയായെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്, അങ്ങനെയാണ് മാർത്തിയിരുന്നത്. അത് കൂടാതെ പിന്നെ നമ്മുടെ ഇഹലോക ജീവിതവുമായി നമ്മുടെ സാധാരണ രീതിയിലുള്ള ജീവിതക്രമങ്ങളുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ട്. ഒന്ന്, ഗോപൻ സ്വാമി സമാധിയായി, അദ്ദേഹം മരിച്ചു. അതെ, സാധാരണ അർത്ഥത്തിൽ അദ്ദേഹത്തെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജീവൻ മുക്തനായിട്ട് പരിഗണിച്ച് അവർ സമാധിയാക്കുകയും അവരൊരു കല്ലറയിൽ അത് അടക്കം ചെയ്യും. അതവർക്ക് ചെയ്യാവുന്നതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ ആ അവകാശത്തെ ചോദ്യം ചെയ്തത് അയൽവാസിയാണ്. അയാൾ പരാതി കൊടുത്തു. അതെ, മക്കളും അതേപോലെ തന്നെ ഭാര്യയും ഒക്കെ ചേർന്ന് അയാളെ ശ്വാസം മുട്ടിച്ച് കൊന്ന് അവിടെ കൊണ്ടുയിരുത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി ശരിയാകണം എന്നുള്ളതാണ് പരാതിയുടെ പ്രസക്തി. പരാതി നമ്മൾ പരിഗണിക്കണമെങ്കിൽ അത് വേണം. പക്ഷെ പോലീസിനെ സംബന്ധിച്ചൊരു പരാതി വന്നാൽ ആ പരാതി പരിഗണിക്കുകയും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്കും പോകേണ്ടത് ആവശ്യമായിട്ട്. തീർച്ചയായും ഇവിടെ അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ടാണ് കോടതി മരണ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ചത്. അത് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്തേ പറ്റൂ. അതിപ്പോൾ നമ്മളുടെ ഇന്നത്തെ ജീവിത വ്യവസ്ഥയിൽ അതല്ലേ പറ്റുള്ളൂ. വിശ്വാസമൊക്കെ ആവാം. പക്ഷേ വിശ്വാസത്തിന് ഒരിക്കലും ഭരണഘടനയെ മറികടക്കാനായിട്ട് പറ്റില്ല എന്നുള്ള മനുഷ്യരായി ജീവിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ നടന്നു. പോസ്റ്റ്മോർട്ടം നടത്തി സ്വാഭാവിക മരണം എന്ന് ഡോക്ടർമാർ എഴുതി. ഇനിയും അതിൻ്റെ ചില വിശദാംശങ്ങളോട് വരാനുണ്ട് എന്ന് കേൾക്കുന്നു. അവയവങ്ങളുടെ പരിശോധന എന്തായിക്കൊള്ളട്ടെ. എന്തായാലും കോടതിയും അതേപോലെ തന്നെ ഭരണകൂടമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞവർക്ക് അനുവാദം കൊടുത്ത് ആ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഹാസമാധി എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് അത് പോയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഭക്തിയുടെ ഒരു വിൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. അത് ഇനി ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരും ഭക്തി വിൽക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ്. അങ്ങനെ പല സ്ഥലത്തും അതിൻ്റെ വിൽപ്പനയും പ്രചാരവും ഒക്കെ നടക്കുന്നുണ്ട്. യഥാർത്ഥ വിശ്വാസവുമായി അതിന് ബന്ധമില്ല. അതിൻ്റെ ഒരു തോരണം മാത്രമാണ് ഈ വിൽപ്പന എന്ന് പറയും. അപ്പോൾ ഇത് വികസിപ്പിച്ച് വലിയൊരു ക്ഷേത്ര സമുച്ചയമായി വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയാൽ ഭാവിയിൽ രണ്ട് ഗുണങ്ങൾ അതിനുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി ഉണ്ടാകും. അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഭക്തജന പ്രവാഹത്തിൻ്റെ സാധ്യതയും അതിലവർ കാണും. തീർച്ചയായും. അപ്പം അങ്ങനെ അത് പരിഗണിക്കപ്പെടാനായിട്ടുള്ള ഒരു രീതിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകാം. പക്ഷേ നമുക്ക് അവസാനിപ്പിക്കുന്ന സമയം അവസാനത്തെ ഒരു ചോദ്യം. അതായത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ആശ്രമങ്ങളൊക്കെ കെട്ടി ആശ്രമങ്ങളിലൊക്കെ ജീവിക്കുന്ന സന്യാസിമാർ സ്വാഭാവികമായി സമാധിയാവും. അവരെ സമാധി ഇരുത്തും. അവിടെയൊന്നും പോലീസ് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അതിന് ചില വഴികളുണ്ട്. അല്ലെങ്കിൽ ഗംഗയുടെ തീരത്തൊക്കെ പോയി സമാധിയാകുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഗൃഹസ്ഥനായി ജീവിക്കുന്ന ഒരാൾക്ക് അയാൾ സമാധിയാവുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. പക്ഷേ ഈ ഗൃഹസ്ഥന്മാരെല്ലാം സമാധി അടക്കാൻ തുടങ്ങിയാൽ വേറൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധിയൊക്കെ പൊളിച്ച് പുറത്തെടുക്കാൻ കഴിയും. നാളെ പല ഗൃഹസ്ഥരും സമാധിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് കൊണ്ടുപോയി അടക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊരു പ്രശ്നം കൂടി അതിൽ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ആശ്രമ ജീവിതം അങ്ങനെ സ്വീകരിച്ച് പോകണമായിരുന്നു. അതൊരു ബുദ്ധിമുട്ട് കൂടിയല്ലേ? അല്ല, ഇത് നമുക്ക് ഒരു പുതിയ ഒരു അനുഭവമായിരുന്നല്ലേ ശരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം. കാരണം സാധാരണ രീതിയിൽ സമാധിയാകുന്നത് ആശ്രമങ്ങളിലും അതുപോലെ ആശ്രമ സമാനമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനും ഇടയിലാണ്. അതെ, അവിടെ പോലീസൊന്നും ചെല്ലാറില്ല. ഇല്ല, ആളിലും ചെല്ലാറില്ല. അതെ, അത് അവർ സ്വാമിമാരായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും അംഗീകരിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒരു സ്വാഭാവിക രീതിയാണ് അത്. അത് മാത്രമല്ല, അത് അപൂർവമായിട്ട് മാത്രമാണ് സംഭവിക്കുകയും ചെയ്യുന്നത്. ഇത് പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ആശ്രമത്തിൽ നിന്ന് ഗൃഹത്തിലേക്ക് കടന്നു വരുന്നൊരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണും. അതായത് സമാധികൾ അതായത് വരാൻ പോകുന്നൊരു കാലത്ത് മരണങ്ങളൊക്കെ സമാധികളായിട്ട് കണക്കാക്കുമോ? എല്ലാ മനുഷ്യൻ മരിക്കും. മനുഷ്യനായ മരിക്കും എന്നുള്ളത് ഒരു ലോജിക്കൽ കൺസെപ്റ്റാണ്. നിങ്ങൾ മനുഷ്യനാണ്, നിങ്ങൾ മരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അതിനെ സമാധിയായിട്ട് കണക്കാക്കിയാൽ വീടുകളിലെ മരണങ്ങളൊക്കെ സമാധിയാവുകയും വീടുകളിൽ
ഇങ്ങനെ സമാധി മണ്ഡപങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതൊക്കെ ഗുണകരമായ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എനിക്ക് എൻ്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ, കാരണം മറ്റുള്ളവരുടെ കാര്യം പറയാനുള്ളൊരു അവകാശം നമുക്ക് ഈ കാര്യത്തിലില്ല. പക്ഷേ അതങ്ങനെ നല്ലതായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. രണ്ട് കുഴപ്പങ്ങളാണല്ലോ. ഒന്ന്, ഈ സമാധിയായിട്ടുള്ള ജീവൻ മുക്തരായ സന്യാസിമാർക്കൊരു വിലയിലുണ്ടാവും. അവർക്ക് ഈ ഭക്തരുടെ ഇടയിൽ തന്നെ ഒരു പരിപാവനത്വമുണ്ട്. ആ പരിപാവനത്വം നഷ്ടപ്പെട്ടു പോകും. കാരണം ഇതൊരു സാമാന്യ പ്രക്രിയയായി മാറുകയും സാമാന്യവൽക്കരിക്കപ്പെടുകയും എല്ലാവരും മരിക്കുമ്പോൾ അതിനെ സമാധി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യും. അതൊരു ഗുണകരമായിട്ടുള്ള കാഴ്ചപ്പാടല്ല. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് പരിഗണിക്കേണ്ടത്. മാത്രമല്ല, സന്യാസികളും അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആചാരവ്യവസ്ഥയും മൂല്യവ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗദർശനം അവർ നൽകണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തെന്നും പറഞ്ഞേ എല്ലാത്തിനെയും ചുമക്ക നടന്നിട്ട് കാര്യമൊന്നുമില്ല. അതെ, തീർച്ചയായും. അപ്പോൾ കാരണം അങ്ങനെ ചുമന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ചില സമയത്തൊക്കെ പറയുന്ന അവരുടെ ആദർശങ്ങൾ അതെല്ലാം തന്നെ അബദ്ധത്തിലായി തീരാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, പൊതുവെ സമൂഹത്തിന് ഇത് അപകടകരമായിട്ടുള്ള പ്രക്രിയയായിട്ട് മാറാം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ച് ഏറ്റവും ശരിയായത് ഏതാണ് എന്ന് കണക്കാക്കി നമ്മളുടെ ആധുനിക കാലത്തിനനുസരിച്ച വിശ്വാസ പ്രമാണങ്ങളിലേക്ക് അത് പോകുന്നതായിരിക്കും നല്ലത്. തീർച്ചയായും.